ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് സ്റ്റൈൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ ഡിസൈൻ ചെയ്തെടുക്കലാണ്. എന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചും സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമല്ല. എൻ്റെ പഴയൊരു ചുരിദാറായിരുന്നു ഇത്. ഇതിൽ കുറേ കല്ലുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു പോയി. ഇതാണെങ്കിൽ എനിക്ക് കളയാനും തോന്നുന്നില്ല. അപ്പോൾ നമുക്കിതിനെ എന്താക്കാം, ഒന്നും കൂടെ കല്ലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടത് നമുക്ക് ഇതുപോലത്തെ സ്റ്റോണാണ്. കണ്ടോ, ഇങ്ങനത്തെ സ്റ്റോണും ഈ ഗമ്മും ഉണ്ടെങ്കിൽ, ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്, ഇതുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം ഇവിടെ ആയിപ്പോവല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. എന്ത് ചെയ്താൽ മതി, ഓരോ സ്റ്റോൺ എടുക്കുക, എന്നിട്ട് ആ സ്റ്റോണിൽ കുറച്ച് ഈ ഗമ്മ് കയ്യിൽ കിട്ടുന്നില്ല, ഇങ്ങനെ തേച്ച് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് തേച്ച് കൊടുക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോന്നെടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. പറഞ്ഞു പോയടത്തെന്ന് പറയാനില്ല, എല്ലായിടത്തും പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ചുറ്റി ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു കുത്തിട്ട് കൊടുക്കുക. ആ കുത്തിലേക്ക് എന്ത് ചെയ്യുക, സ്റ്റോൺ എടുത്ത് വെക്കുക. ഈ മോഡലിലായിരുന്നു ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇതിൽ ഗോൾഡൻ സ്റ്റോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് പോയി. ഞാനിപ്പോൾ വൈറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കളറും കുറച്ച് മാറി കിട്ടുമല്ലോ, അതുകൊണ്ട് വൈറ്റ് സ്റ്റോണ് ഒട്ടിച്ച് കൊടുത്തു. ഇതുപോലെ ഇപ്പോൾ ഈ കറുത്ത സ്റ്റിച്ച് വന്ന എല്ലായിടും ഒട്ടിച്ച് കൊടുക്കണം. ഇവിടുത്തെ എല്ലാ സ്റ്റോണും പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റോണും ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് ആർക്കും ചെയ്ത് നോക്കാം. ഈ ഒരു പശയും ഈ സ്റ്റോണും മാത്രം മേടിച്ചാൽ മതി. വെറുതെ നാശമായിപ്പോയെന്നും പറഞ്ഞ് ഇങ്ങനത്തെ ഡ്രസ്സ് കളയണ്ട. കല്ലൊക്കെ വേഗം പറഞ്ഞു പോകും. അപ്പോൾ നമുക്കിങ്ങനെ മേടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇത് കുറച്ച് നല്ല ഗ്ലൂ ആണ്, അങ്ങനെ പറഞ്ഞൊന്നും പോകുന്നില്ല. ഞാൻ കുറച്ച് ഒട്ടിച്ച് നോക്കിയിട്ട് വേഗം പറഞ്ഞൊന്നും പോകുന്നില്ല, അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ചെറിയ സ്റ്റോൺ ആയതുകൊണ്ട് കയ്യിൽ തന്നെ ഒട്ടിപ്പോരുന്നുണ്ട്. ശ്രദ്ധിച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോളൂ. ഈ സെയിം കാര്യം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താക്കിയാൽ മതി, എല്ലാവരും ഇതേ മോഡലിൽ ഓരോന്നെടുത്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. കുറച്ചൊരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിലുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ നേരെ ഒട്ടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതല്ലാണ്ട് നമുക്ക് സ്വന്തം ഡിസൈൻ വരച്ചിട്ട് ഇങ്ങനെ സ്റ്റോൺ കുറച്ച് ഒട്ടിച്ച് കൊടുത്താലും നല്ലതാണ്.
എംബ്രോയ്ഡറി വർക്ക് ഇതുപോലെയുള്ള സ്റ്റോൺ വർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പിട്ട് ചെയ്യുന്നതാണ് നല്ല. ഒരു ദിവസം തന്നെ ആയാലും തുടർച്ചയായിട്ട് ചെയ്യാണ്ട് കുറച്ച് നേരമൊക്കെ ഗ്യാപ്പിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് കഴുത്തും കൈയൊക്കെ വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.